ഹായ് ടീച്ചേഴ്സ്, നമ്മൾ യു പി എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ യു പി എക്സാം കഴിഞ്ഞ് നമുക്ക് ഇനി എൽ പി എക്സാം ആണെങ്കിൽ ഫേസ് ചെയ്യാനുള്ളത്. എൽ പി എക്സാമിന് പോകുന്നതിന് മുമ്പ് നമുക്ക് നിർബന്ധമായി പഠിച്ചിട്ട് പോകേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൈക്കോളജി ബേസ് ചെയ്ത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഓർത്ത് വെക്കുക, എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം. ഇത് എന്തായാലും പഠിച്ചിട്ട് എല്ലാവരും പോകാവുള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സൈക്കോളജി. ഇതെല്ലാം പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാം. എന്താണ് സൈക്ക് ആൻഡ് ലോഗോസ് എന്ന് പറയുന്ന ടു ഗ്രീക്ക് വേർഡിൽ നിന്നുമാണ് സൈക്കോളജി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്നൊക്കെ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഗ്രീക്ക് എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ഗ്രീക്ക് എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്നാണ് സൈക്കോളജി എന്ന് പറയുന്ന പദം വന്നിട്ടുള്ളത് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ ഓർത്തു വെക്കുക ഗ്രീക്ക്. ഓക്കെ, ഇവിടെ ഓർത്തു വെക്കുക സൈക്കോളജി. ഇതിനു മുമ്പ് നമ്മൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. സൈക്കോളജി എന്ന് പറയുന്ന പദം എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, എവിടെ നിന്നാണ്, ഏത് ലാംഗ്വേജിൽ നിന്നാണെന്ന് ഓർത്താൽ ഓർത്തു വെക്കുക ഗ്രീക്ക് എന്ന് പറയുന്നത് നിന്നാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജി എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത ആരാണ് നമ്മളോട് ചോദിക്കാറുണ്ട്. സൈക്കോളജി എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത ആരാണ്? റുഡോൾഫ് ഗോയിക്കൽ ആണ് കേട്ടോ. സൈക്കോളജി എന്ന് പറയുന്ന പദം കോയിൻ ചെയ്തത് റുഡോൾഫ് ഗോയിക്കൽ ആണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. സൈക്കോളജി എന്ന് പറയുന്ന പദം കോയിൻ ചെയ്ത ആരാന്ന് വെച്ചാൽ റുഡോൾഫ് ഗോയിക്കൽ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സ്ലൈഡിൽ നമ്മൾ നോക്കേണ്ടതുള്ളൂ. സൈക്കോളജി എന്ന് പറയുന്ന വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്നാന്ന് പറഞ്ഞാൽ ഗ്രീക്ക് എന്നുള്ളതാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ റുഡോൾഫ് ഗോയിക്കൽ ആണ് കോയിൻ ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് മനഃശാസ്ത്രം. സൈക്കോളജി 2 ടൈപ്സ് ഉണ്ട് നമ്മൾ പഠിച്ചു അല്ലേ? അതായത് കേവല മനഃശാസ്ത്രം, പ്രയുക്ത മനഃശാസ്ത്രം. ഇത് എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്നൊന്നും നമ്മളോട് ചോദിക്കാറില്ല. പക്ഷെ ഈ ഓരോ ടൈപ്പിലും എന്താണ് കുറെ ബ്രാഞ്ചസ് വരുന്നുണ്ട്. അതായത് കേവല മനഃശാസ്ത്രത്തിൽ നമ്മൾ ഉൾപ്പെടുന്ന കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രയുക്ത മനഃശാസ്ത്രത്തിന് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസ് തന്നിട്ട് ഇത് ഏത് സൈക്കോളജിയിൽ പെടുന്നു എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ഓർത്ത് വെക്കുക, പ്യുർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേവല മനഃശാസ്ത്രം എന്നും അപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയുക്ത മനഃശാസ്ത്രം ആണെന്നതൊന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ദെൻ കേവല മനഃശാസ്ത്രം, ഞാനിവിടെ കേവല മനഃശാസ്ത്രത്തിന്റെ എല്ലാ ബ്രാഞ്ചസും ഒന്നും എടുക്കുന്നില്ല. നമ്മൾക്ക് കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എഡ്യൂക്കേഷണൽ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ പെടുന്ന നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കും അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ ഈ സബ്ജക്റ്റിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ ഈ ബ്രാഞ്ചസ് ഒക്കെ അപ്ലൈഡ് സൈക്കോളജിയിലായിരിക്കും എന്ന് നമ്മൾ ഗസ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ തെറ്റിപ്പോകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓർത്ത് വെക്കുക, നമ്മുടെ ഈ ശിശു മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ കണ്ടോ, ശിശു മനഃശാസ്ത്രം നമ്മൾ എല്ലാവരും വിചാരിക്കുക എന്ത്, ശിശു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് സൈക്കോളജി. കാരണം എന്താ, നമ്മൾ കുട്ടികളുടെ സൈക്കോളജി ആണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് എഡ്യൂക്കേഷണൽ സൈക്കോളജി വരുന്നത് പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിലാണ്. അതുകൊണ്ട് നമ്മൾ ഗസ് ചെയ്യും എന്ത്, ശിശു മനഃശാസ്ത്രം എന്താണ് അപ്ലൈഡ് സൈക്കോളജിയിലായിരിക്കും എന്ന് ഗസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഗസ് ചെയ്യരുത്, ഓർത്ത് വെക്കുക. എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ തന്നിട്ടുള്ളൂ. ശിശു മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് കേവല മനഃശാസ്ത്രം, പ്യുവർ സൈക്കോളജിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വ്യക്തിത്വ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? പ്യുവർ സൈക്കോളജിയിൽ വരുന്നതാണ്. ദെൻ സാമൂഹ്യ മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം ഇത്ര ഏതിലാണ് വരുന്നത്? കേവല മനഃശാസ്ത്ര ശാഖയിലാണ് വരുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, നമുക്ക് മാറിപ്പോവാൻ ചാൻസ് ഉള്ളത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ശിശു മനഃശാസ്ത്രം, വ്യക്തിത്വ മനഃശാസ്ത്രം, സാമൂഹ്യ മനഃശാസ്ത്രം, പാരമ്പര്യ മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം ഇതൊക്കെ ഏതിലാണ് വരുന്നത്? കേവല മനഃശാസ്ത്ര ശാഖയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കേവല മനഃശാസ്ത്രം പഠിച്ചു. ഇനി പ്രയുക്ത മനഃശാസ്ത്രം, അതായത് അപ്ലൈഡ് സൈക്കോളജി അല്ലെ? അപ്ലൈഡ് സൈക്കോളജിയിൽ വരുന്നതാണ് നമ്മൾ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കി നോക്കുക, രാഷ്ട്രീയ മനഃശാസ്ത്രം അതായത് പൊളിറ്റിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത് ഏതിലാണ്? നമ്മുടെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ വരുന്നതാണ്. ദെൻ സൈനിക മനഃശാസ്ത്രം, നിയമ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, നൈദാനിക മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം. ഓർത്തൊക്കെ രാഷ്ട്രീയ മനഃശാസ്ത്രം പൊളിറ്റിക്കൽ സൈക്കോളജി, സൈനിക മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ മിലിറ്ററി സൈക്കോളജി, ലീഗൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നിയമ മനഃശാസ്ത്രം, ദെൻ വ്യാവസായിക മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ദെൻ നൈദാനിക മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി,
അതുപോലെ തന്നെ കുറ്റകൃത്യ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ക്രിമിനൽ സൈക്കോളജി. ഇനി ഒരു 2 പോയിന്റ് കൂടി ഉണ്ട്. നമുക്ക് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയും. കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 2 പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട് കേട്ടോ. കൗൺസിലിംഗ് സൈക്കോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയും, എഡ്യൂക്കേഷണൽ സൈക്കോളജി. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ വരുന്നത്. നമ്മൾ ഓർത്ത് വെക്കുക. രാഷ്ട്രീയ മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, നിയമ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, നൈതാനിക മനഃശാസ്ത്രം, അതുപോലെ തന്നെ കുറ്റകൃത്യ മനഃശാസ്ത്രം, കൗൺസിലിംഗ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇതൊക്കെ എന്തിനാണ് വരുന്നത്? പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിലാണ് വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കോഡ് ഇട്ട് പഠിച്ചു വെച്ചാൽ മതി. കാരണം ഇതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ചോദിക്കാറില്ല. ഈ ബ്രാഞ്ചസ് ഇപ്പൊ എഡ്യൂക്കേഷൻ ഇപ്പം പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഏത് മനഃശാസ്ത്ര ശാഖയിൽ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് 2016 തോന്നുന്നു. നമ്മുടെ എഡ്യൂക്കേഷണൽ നൈതാനിക മനഃശാസ്ത്രം ഏത് മനഃശാസ്ത്ര ശാഖയിൽ വരുന്നു. അതുപോലെ തന്നെ ക്രിമിനലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളോട് ചോദിക്കാറുള്ളതാണ്. ഇതിന്റെ ഓരോ ബ്രാഞ്ചസ് തന്നിട്ട് ഇത് പ്യൂറിലാണോ അല്ലെങ്കിൽ അപ്ലൈഡിലാണോ അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രത്തിലാണോ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിലാണോ എന്നാണ് നമ്മളോട് ഇവിടുന്ന് ചോദിക്കാറുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടൊരു കോഡ് ഓർത്ത് വെച്ചാൽ മതി. പോലീസ് എന്നുള്ളൊരു കോഡ് ഓർത്ത് വെച്ചാൽ മതി. പോലീസ് അല്ലെ? പോലീസ് എന്ന് പറയുമ്പോ P4 എന്താണ്? പൊളിറ്റിക്കൽ സൈക്കോളജി ആണ്. ദെൻ ഓർത്തുക ഈ ഓയിനുള്ളിൽ നമ്മൾ എന്തും കൂടി ഇട്ട് കൊടുക്കുക, ഒരു എമ്മും കൂടെ. നമുക്ക് ആ കോഡ് ഒന്ന് കറക്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കുക. ഓയിനുള്ളിൽ എം ഇട്ട് കൊടുക്കുക. ദെൻ M for military psychology, then L for legal psychology, I for industrial psychology അതായത് വ്യാവസായിക മനഃശാസ്ത്രം. സിയിൽ നമ്മൾ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ക്ലിനിക്കലും അതുപോലെ തന്നെ കൗൺസിലിംഗും. ക്ലിനിക്കലും കൗൺസിലിംഗും അതുപോലെ തന്നെ ക്രിമിനലും 3 കാര്യങ്ങളുണ്ട് കേട്ടോ. ക്രിമിനൽ സൈക്കോളജിയും അതിൽ തന്നെ വരുന്നതാണ്. ഓർത്ത് വെക്കുക. സി എന്ന് പറയുമ്പോൾ നൈതാനിക മനഃശാസ്ത്രം വരും, കുറ്റകൃത്യ മനഃശാസ്ത്രം വരും, കൗൺസിലിംഗ് വരും. ഇ ഫോർ എഡ്യൂക്കേഷണൽ സൈക്കോളജി അതായത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അപ്പൊ ഓർത്ത് വെച്ചാൽ പോലീസ് എന്നുള്ള ഒരു കോഡിന് ഓർത്ത് വെക്കുക. ഓയിനുള്ളിൽ എം ഉണ്ടെന്നുള്ള ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ PM ലൈസ് എന്ന് ഓർത്ത് വെച്ചാലും നമുക്ക് കോഡ് ഉണ്ടാക്കാം. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി, കൂടുതലായിട്ടൊന്നും അറിയണ്ട അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ വരുന്നത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. ഓർത്ത് വെക്കുക. ഇതിൽ നിന്നും നമ്മളോട് ഇതിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പെടുന്നത് ഏതെന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. അത്രയും പഠിച്ചാൽ മതി. കൂടുതലൊന്നും നിങ്ങൾ വാരി വെച്ച് പഠിക്കുകയേ വേണ്ട. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് പിതാക്കന്മാരാണ് അല്ലെ. പിതാക്കന്മാരില് മനഃശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് സൈക്കോളജി ആരാന്ന് ചോദിക്കാറുണ്ട്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വില്യം വൂണ്ട് ആണ്. അതുപോലെ തന്നെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ മോഡേൺ സൈക്കോളജിയുടെ പിതാവ് ആരാന്ന് ചോദിക്കാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ദെൻ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിക്കാറുണ്ട്. ഹെർബർട്ട് ആണ് കേട്ടോ. ഹെർബർട്ട്, ജോഹൻ ഫ്രെഡറിക് ഹെർബർട്ട് ആണ് കേട്ടോ. ഹെർബർട്ട് ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഹെർബർട്ടിനെ പറയുമ്പോൾ എല്ലാവരും എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പിതാവ് തൊണ്ടയ്ക്ക് ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പം നമുക്ക് ഹെർബർട്ട് ആണ് ശരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത് ഹെർബർട്ട് കേട്ടോ. ഇനി നമുക്ക് PSCന്റെ നമുക്കറിയാലോ ക്വസ്റ്റ്യൻസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് മാറാറുണ്ട് ആൻസേഴ്സ്. ഇനി ഹെർബർട്ട് ഇല്ല എങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് തൊണ്ടയ്ക്ക് എന്നാണ് കേട്ടോ. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പിതാവാണെന്ന് മിക്കവരും പറയുന്നത് തൊണ്ടയ്ക്ക് എന്നാണ്. പക്ഷെ കറക്റ്റ് ആൻസർ എപ്പോഴും എന്താണ്? ഹെർബർട്ട് ആണ്. ഇനി ഓപ്ഷനിൽ ഹെർബർട്ട് ഇല്ല എങ്കിൽ മാത്രമേ തൊണ്ടയ്ക്ക് നമുക്ക് എഴുതാൻ പാടുള്ളൂ. ഓർത്ത് വെക്കുക. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പിതാവ് ആരാന്ന് വെച്ചാൽ ഫ്രെഡറിക് ഹെർബർട്ട് എന്നത് ഓർത്ത് വെക്കുക. ഇനി ഹെർബർട്ട് ഇല്ല എങ്കിൽ തൊണ്ടയ്ക്കാണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി വ്യവഹാരവാദത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ JB വാട്സൺ ആണ് കേട്ടോ. വ്യവഹാരവാദം എന്താണ്? വ്യവഹാരവാദം എന്ന് പറഞ്ഞാല് ബിഹേവിയറിസം അല്ലെ. അപ്പൊ ഫാദർ ഓഫ് ബിഹേവിയറിസം ആരാന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? JB വാട്സണും. അതുപോലെ തന്നെ ഘടനാവാദം, സ്ട്രക്ചറലിസം അല്ലെ. ഘടനാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്?
സ്ട്രക്ചറലിസം. അപ്പൊ സ്ട്രക്ചറലിസത്തിന്റെ ഫാദർ ആരാന്ന് വെച്ചാൽ ആരാണ്? വില്യം വൂണ്ട് എന്നും ഓർത്തു വെക്കുക. അപ്പം നമ്മൾ ഇതിനൊരു ജസ്റ്റ് ഒരു കോഡ് വെച്ചാൽ നമുക്ക് ഇത് ഓർത്ത് വെക്കാനേ ഉള്ളൂ. നമ്മൾ വൂണ്ട് എന്ന് വെച്ചാൽ എന്താണ്? മുറിവാണ് അല്ലെ. മുറിവ് പറ്റി കഴിയുമ്പോഴാണ് നമ്മൾ സ്ട്രക്ചറിലൊക്കെ കൊണ്ടുപോകുക അല്ലെ. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. സ്ട്രക്ചറലിസം, ഘടനാവാദം എന്നറിയുമെങ്കിൽ സ്ട്രക്ചറിൽ പോകുന്നത് ആരാണ്? വൂണ്ട് പറ്റിയ ആളാണ്. അപ്പം സ്ട്രക്ചറലിസം വില്യം വൂണ്ട് എന്ന് ഓർത്ത് വെക്കുക. ദെൻ ധർമ്മവാദം അല്ലെ. ധർമ്മവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷണലിസം എന്ന് പറയും അല്ലെ. ധർമ്മവാദത്തിന്റെ പിതാവ് വില്യം ജെയിംസ്. അപ്പം ധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ധർമ്മം ഇപ്പൊ എന്താണ്? നല്ല പോലെ പഠിക്കാന്നുള്ളതാണ് അല്ലെ നമ്മുടെ ധർമ്മം. അപ്പൊ നമ്മൾ ആ ധർമ്മം കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എക്സാമിന് ജയിക്കും അല്ലെ. ജയിക്കുന്ന വെച്ചാൽ ഒരു ജോലി കിട്ടും. അപ്പം ധർമ്മം വഴിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ആ ജയ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പം ധർമ്മവാദത്തിന്റെ പിതാവ് ആരാണ്? വില്യം ജെയിംസ്. അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മള് കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ഇതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫാദർ ഓഫ് സൈക്കോളജി, അതായത് മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ വില്യം വൂണ്ട് എന്ന് വേണം പറയാൻ. ദെൻ മോഡേൺ സൈക്കോളജി, ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ സിഗ്മണ്ട് ഫ്രൂഡ് എന്ന് വേണം പറയാൻ. ദെൻ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ ഹെർബർട്ട് ആണ്. ഇനി ഓപ്ഷനിൽ ഹെർബർട്ട് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? തൊണ്ടൈക്കിനെ സെലക്ട് ചെയ്യാം. ദെൻ വ്യവഹാരവാദം, ബിഹേവിയറിസത്തിന്റെ പിതാവ് ആരാണെങ്കിൽ JB വാട്സൺ എന്ന് പറയാം. നമ്മളറിയാം കുട്ടികളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയാ കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ചീത്ത സ്വഭാവം കാണിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറ് എന്ത് സ്വഭാവമാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലോട്ട് മാറ്റിയാൽ മതി. വാട്ട് എ ബിഹേവിയർ എന്നല്ലേ. അപ്പൊ എന്താണ് ബിഹേവിയർ? വാട്സൺ എന്നുള്ളത് നമുക്ക് ആ കോഡിലൂടെ അങ്ങനെ കിട്ടും. അപ്പൊ എന്താണ് ബിഹേവിയറിസം, അതായത് വ്യവഹാരവാദത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ JB വാട്സൺ. ആ വാട്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമുക്ക് ആൻസർ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ ഘടനാവാദം, സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നത് വൂണ്ട് പറ്റിയ ആളായിരിക്കും നമ്മൾ പഠിച്ചു. അപ്പൊ ഘടനാവാദത്തിന്റെ പിതാവ് വില്യം വൂണ്ട് അല്ലെ. ദെൻ ധർമ്മവാദം, നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ് ജയിക്കും അല്ലെ. അങ്ങനെ ധർമ്മവാദത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ വില്യം ജെയിംസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഭാഗത്ത് പിതാക്കന്മാരിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പഠിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ടല്ല നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നോക്കുന്നത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിർവചനങ്ങളെ കുറിച്ചാണ്. നിർവചനം എന്ന് പറയുമ്പോൾ മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരൊക്കെയാന്ന് ചോദിക്കാറുണ്ട്. രണ്ടുപേരാണ് മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത്. ആരൊക്കെയാണ്? പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും. ഓക്കെ, മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും അല്ലെ. അപ്പൊ നമ്മളിങ്ങനെ ഓർത്താൽ മതി. നമ്മൾ എന്താണ് ആരെങ്കിലും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ബലിയിടും അല്ലെ. ബലിയിടുമ്പോ എങ്ങനെയാ ചെയ്യാം? കുറച്ച് അരികളും ഒക്കെ ഉണ്ടാവും അല്ലെ. അരി, ആ ചടങ്ങിൽ അരികളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് അല്ലെ. അപ്പൊ ഓർത്ത് വെച്ചാൽ മതി. പ്ലേറ്റിൽ ഇങ്ങനെ അരി കൊണ്ട് വെച്ചേക്കുവാണ്. എന്തിനാണ്? ആത്മാക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഈ ആത്മാവ് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ആത്മാക്കൾക്ക് നമ്മൾ എന്ത് കൊടുത്തു? പ്ലേറ്റില് അരി കൊടുത്തു അല്ലെ. അപ്പൊ മനഃശാസ്ത്രത്തിലെ ആത്മാവിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ശാസ്ത്രം, സൈക്കോളജി അല്ലെ. നമ്മുടെ മനഃശാസ്ത്രത്തെ മനസ്സിന്റെ ശാസ്ത്രമാണ്, അല്ലെങ്കിൽ മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറഞ്ഞ ആരാന്ന് ചോദിക്കാറുണ്ട്. കാണ്ട്. അപ്പൊ നമുക്ക് ഈ മനസ്സിന് നമ്മൾ എന്താ പറയാറ്? മൈൻഡ് എന്ന് പറയാറുണ്ട് അല്ലെ. മനസ്സിന് നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ മൈൻഡ് കാണ്ട്, ആ പേര് തന്നെ ഉണ്ട് അല്ലെ. മൈൻഡ് കാണ്ട് കണക്ട് ചെയ്യുക അല്ലെ. അപ്പൊ മനഃശാസ്ത്രത്തെ മനസ്സിന്റെ ശാസ്ത്രം അല്ലെ, മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറഞ്ഞ ആരാന്ന് പറയണം? നമ്മുടെ കാണ്ടാന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മൾ പഠിച്ചതാണ്. വ്യവഹാരവാദത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ വാട്സൺ എന്ന് പറഞ്ഞു. അപ്പൊ വാട്സൺ എന്തായിരിക്കും പറയുന്നത്? നോർമലി വാട്സൺ പറയുന്നത് എന്തായിരിക്കും? സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യ വ്യവഹാരങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറയും അല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. വ്യവഹാരങ്ങളെ കുറിച്ചുള്ള പഠനം ആരാന്ന് വെച്ചാൽ നമ്മുടെ വ്യവഹാരവാദത്തിന്റെ പിതാവ് തന്നെയായ വാട്സൺ ആണ്. നമ്മൾ അവിടുത്തെ കോഡ് തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് വാട്ട് എ ബിഹേവിയർ അല്ലെ. അപ്പൊ വ്യവഹാരത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ ആര് തന്നെയായിരിക്കും? നമ്മുടെ വാട്സൺ തന്നെയായിരിക്കും. ദെൻ അനുഭവങ്ങളുടെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ആരാന്ന് ചോദിക്കാറുണ്ട്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെയും അതുപോലെ തന്നെ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞത് ആരാന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് കോഡ് ഇടാം. എന്താണ്? സ്കിൻ അല്ലെ. നമുക്ക്
അനുഭവങ്ങൾ കിട്ടുന്ന ഏത് കൂടിയാണ്? സെൻസ് ഓർഗൻസിലൂടെയാണ് അല്ലേ അല്ലേ പറയാറില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് അല്ലെ, സ്കിന്നിൽ തൊടുമ്പോൾ നമുക്ക് അനുഭവങ്ങൾ കിട്ടാറ്, നമ്മുടെ അനുഭവം അല്ലെ, സെൻസേഷൻസ് ഒക്കെ എന്താ പറയാ നമ്മൾ അറിയാം അല്ലെ, സ്കിന്ന്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് നമ്മുടെ സ്കിന്നിൽ തൊട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അനുഭവങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് സ്കിന്നർ എന്നുള്ളത്. പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരിസര ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത് മർഫിയാണ് അല്ലെ. അപ്പൊ അത് നമുക്കൊരു കോഡിടാം. എന്താണ് മർഫി? നമുക്ക് മോർഫിയ എന്ന് പറയാം. മോർഫിയ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് കാര്യങ്ങളൊക്കെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക അല്ലെ. ഇവിടെ എന്തിനു തമ്മിലാണ് കൂട്ടി യോജിപ്പിക്കുന്നത്? പരിസ്ഥിതിയെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ മോർഫി ചെയ്യുന്ന ആളാണ് മർഫി എന്ന് ഓർത്ത് വെക്കുക. എന്താണ്? പരിസ്ഥിതിയും വ്യക്തിയും തമ്മിൽ ബന്ധത്തെ, പരിസ്ഥിതിയെയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആരാണ്? മർഫിയാണ്. മനുഷ്യബന്ധവും മനുഷ്യ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോയാണ്. മനുഷ്യബന്ധവും മനുഷ്യ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോയാണ് അല്ലെ. അപ്പൊ ഇത്രയാണ് നമുക്ക് സൈക്കോളജിയെ കുറിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഴ്സ്. ഇത്രയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇത്രയൊന്നും ഓർത്ത് ഒന്നും ഇതിൽ കാണുന്നതുകൊണ്ട് പഠിക്കേണ്ട. ക്വസ്റ്റ്യൻ തരുമ്പോൾ നമ്മൾ വിത്ത് ആൻസേഴ്സ് ആണ് അതിൽ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓർത്ത് നോക്കിക്കേ, മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കും. നമുക്ക് പറയാം ആത്മാവിനെ നമ്മൾ പ്ലേറ്റ് അരി വെച്ച് കൊടുക്കുന്നു, നമ്മൾ കണക്ട് ചെയ്തില്ല. അപ്പൊ ആരായിരിക്കും? പ്ലേറ്റോയും അരിസ്റ്റോളും. കാണാണ്ട് പഠിക്കണോ? വേണ്ട അല്ലെ. ഇനിയോ മനസ്സിന്റെ ശാസ്ത്രം. മനസ്സിന് നമ്മൾ പറഞ്ഞു മൈൻഡ് എന്നാണ് പറയുക. അപ്പൊ മൈൻഡ് എന്ന് പറയുമ്പോൾ കാണും. ഓക്കെ. വ്യവഹാരവാദം അത് ഓൾറെഡി നമ്മൾ പഠിച്ചു. വാട്ട് എ ബിഹേവിയർ എന്ന കോഡ് പഠിച്ചു. അപ്പം മനഃശാസ്ത്രത്തെ വ്യവഹാരത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് ആരാണ്? ജെ.ബി. വാട്സൺ, ഫാദർ ഓഫ് ബിഹേവിയറിസം തന്നെ അല്ലെ. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനം നമ്മൾ പറഞ്ഞു. നമുക്ക് സ്കിന്നിൽ തൊടുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവും അല്ലെ, അറിയാൻ പറ്റും അല്ലെ. അപ്പൊ സ്കിന്നർ ആണ് പറഞ്ഞത് അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനം എന്നത്. നെക്സ്റ്റ് പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര എന്നാണ് കേട്ടോ, പരിസര എന്നല്ല, പരസ്പര ബന്ധത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണെന്ന് പറഞ്ഞത് ആരാണ്? മർഫി. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ മോർഫയാണ്. എന്തിനെ തമ്മിലാണ്? പരിസ്ഥിതിയെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മോർഫ് ചെയ്ത ആരാണ്? മർഫി ആണെന്നുള്ള ഓർത്ത് വെക്കുക. മനുഷ്യബന്ധവും മനുഷ്യ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് ക്രോ ആൻഡ് ക്രോയാണ് കേട്ടോ. മനുഷ്യബന്ധവും മനുഷ്യ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് എന്ത്? സൈക്കോളജി എന്ന് പറഞ്ഞത് ആരാണ്? ക്രോ ആൻഡ് ക്രോയാണ്. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഇതൊന്നും നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട, ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുക. കാരണം എന്താ വെച്ചാൽ സൈക്കോളജിയിൽ ഇനി കുറെ കാണാണ്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോഴും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് ചെയ്താൽ നമുക്ക് പിന്നെ അത് ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വിത്ത് ആൻസേഴ്സ് എവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മള് മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ചാണ്. മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. മനഃശാസ്ത്ര ചിന്താധാര എന്ന് പറയുമ്പോൾ ഇതിന് വേറൊരു രീതിയിൽ ചോദിക്കാറുണ്ട് വിചാര മാതൃകകൾ. ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ചവർക്ക് ചിന്താധാര തന്നെ അവർ കഷ്ടപ്പെട്ട് പഠിച്ചു വെക്കുന്നതായിരിക്കും. പിന്നെ അതിന്റെ കൂടെ വിചാര മാതൃക നോക്കുമ്പോൾ അവിടെ നിന്ന് പോകും അല്ലെ. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, ചിന്താധാര എന്ന് പറഞ്ഞാലും വിചാര മാതൃകകൾ എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പൊ മനഃശാസ്ത്ര ചിന്താധാരകൾ അല്ലെങ്കിൽ വിചാരധാരകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ, ഘടനാവാദം. നമ്മൾ പറഞ്ഞു സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ആൾ ആരായിരിക്കും? വൂണ്ട് പറ്റിയ ആളെയായിരിക്കും. അപ്പൊ ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് വില്യം വൂണ്ട് ആണ് കേട്ടോ. ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് വില്യം വൂണ്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വില്യം വൂണ്ടിനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യം മനഃശാസ്ത്ര പരീക്ഷണശാല കൊണ്ടുവന്ന ആരാന്ന് ചോദിക്കാറുണ്ട്. ആദ്യം മനഃശാസ്ത്ര പരീക്ഷണശാല, അതായത് സൈക്കോളജിക്കൽ ലബോറട്ടറി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. വില്യം വൂണ്ട് ആണ്. എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ലീപ്സിക്, ജർമ്മനിയിലാണ്. ലീപ്സിക് സർവകലാശാലയിലാണ് ഈ എന്താണ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഫസ്റ്റ് കൊണ്ടുവന്നത്. ഇത് എന്താണ് ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എവിടെയാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇയറൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല, ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ഇത്രയും ഓർത്ത് വെക്കുക. സ്ട്രക്ചറലിസം ആണ് ഏറ്റവും പഴയ വിചാര മാതൃക എന്നുള്ളത് കൂടി നമ്മൾ ഓർത്ത് വെക്കുക. സ്ട്രക്ചറലിസം. ഇപ്പൊ ഈ സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഘടനാവാദം എന്ന് പറഞ്ഞാൽ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ.
എന്താണ് ഘടനാവാദം? നമ്മുടെ മനസ്സിനെ പല പല ഘടകങ്ങളായി കാണുകയും അങ്ങനെ ആ ഘടകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നേ ഉള്ളൂ. അതൊന്നും എന്താ ഏതാന്നൊന്നും ചോദിക്കാറില്ല. ദെൻ ഈ സ്ട്രക്ചറലിസം ഫോളോ ചെയ്യുന്ന ഒരു പഠനമാണ് അന്തർനിരീക്ഷണ പഠനം, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയും, അന്തർനിരീക്ഷണ പഠനം. ഇത് കൊണ്ടുവന്നതും ആര് തന്നെയാണ്? നമ്മുടെ വില്യം വൂണ്ട് തന്നെയാണ്. അന്തർനിരീക്ഷണ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്വയം നമ്മുടെ ബിഹേവിയറിനെ വിലയിരുത്തുകയാണ്, നമ്മുടെ ബിഹേവിയറിനെ നമ്മുടെ മനസ്സിനെ വിലയിരുത്തുകയാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ മനസ്സിനെ വിലയിരുത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം വിലയിരുത്തുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രോസ്പെക്ഷൻ മെത്തഡ് ആത്മപരിശോധനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മനസ്സിനെ പഠിക്കാൻ പറ്റുമെന്നാണ് ഈ സ്ട്രക്ചറലിസം പറയുന്നത്. അപ്പൊ ഘടനാവാദത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, മനുഷ്യ മനസ്സിനെ പല പല ഘടകങ്ങളായി കാണുകയും ആ ഘടകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നതെന്നും ആണ് ഈ സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഏതൊക്കെ ഘടകങ്ങളാണ് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഘടകങ്ങൾ ഏതൊക്കെയാന്ന് ചോദിക്കാറുണ്ട്. ആ ഘടകങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശം. ഇത് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ഘടനാവാദത്തിൽ വരുന്ന ഘടകങ്ങൾ, ഘടനാവാദികൾ അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റുകൾ പറഞ്ഞത് മനുഷ്യ മനസ്സിനെ പല പല ഘടകങ്ങളായി പഠിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തു വെക്കുക, ഈ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സംവേദനം എന്ന് വെച്ചാൽ എന്താണ്? സെൻസേഷൻ എന്ന് പറയും അല്ലെ. പ്രത്യക്ഷണം, പെർസെപ്ഷൻ എന്ന് പറയും. എന്താണ് സെൻസേഷനും എന്താണ് പ്രത്യക്ഷണവും? സെൻസേഷനും പ്രത്യക്ഷനും എന്താണ് ഡിഫറൻസ്? സെൻസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സെൻസ് ഓർഗൻസിലൂടെ കാണുന്ന കാര്യങ്ങളെല്ലാം സെൻസേഷനിൽ വരും, സംവേദനത്തിൽ വരും. എന്നാൽ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ ആ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇപ്പം എന്താണ് നമ്മുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആ തൊട്ട് അടുത്തിരിക്കുന്ന ഒരാളുടെ നമ്മൾ ബസ്സിൽ വരുമ്പോഴൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതായത് പൈസ എടുത്തു കൊടുക്കുമ്പോൾ ചില്ലറ പൈസ വീണു പോകും, താഴെ വീഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചില്ലറ പൈസ വീണു പോകും. നമ്മൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ ആ വീഴുന്ന ഒച്ച കേൾക്കുമ്പോൾ അയ്യോ ആദ്യം പൈസ താഴെ വീണല്ലോ, എന്റെ കാലിന്റെ ചുവട്ടിലോട്ടാണല്ലോ വീണത് എന്ന് നമ്മൾ നോക്കും അല്ലെ. നോക്കി പൈസ എടുത്തു കൊടുക്കും. അതെങ്ങനെയാണ്? നമ്മൾ കേട്ട കാര്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. സൗണ്ട് എന്താണ്? അത് ചില്ലറ പൈസ വീണതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലെ. ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൂ വിരിയുമ്പോൾ നമ്മൾ സ്മെല്ല് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ സ്മെല്ല് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എന്താണ്? സംവേദനമാണ്. പക്ഷെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ നമ്മൾ പറയാം അപ്പൊ നല്ല റോസാപ്പൂവിന്റെ മണമാണല്ലോ എന്ന് നമ്മൾ പറയാറ്. അത് റോസാപ്പൂവിന്റെ സ്മെല്ലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രത്യക്ഷണം എന്ന് പറയുന്നത്. ആ ഒരു ഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രത്യക്ഷണം. അതുപോലെ തന്നെ നമ്മൾ പറയാമല്ലോ ഇവിടെ വിമാനം പോകുന്നുണ്ടല്ലോ, സൗണ്ട് കേൾക്കാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി മുറ്റത്ത് പോയി വിമാനത്തെയൊക്കെ നോക്കുന്ന കാലങ്ങൾ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ അത് വിമാനത്തിന്റെ സൗണ്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ഐഡന്റിഫൈ ചെയ്യുന്ന സ്റ്റേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രത്യക്ഷണം എന്ന് പറയും. ഓർത്ത് വെക്കുക, ഇതിന് എന്താണ് പ്രത്യക്ഷണം എന്നൊന്നും ചോദിക്കാറില്ല. ഈ സ്റ്റെപ്പുകൾ മാത്രം ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓർത്ത് വെക്കുക, ഏതൊക്കെ ഘടകങ്ങളിലൂടെയാണ് സ്ട്രക്ചറലിസം ഘടനാവാദികൾ മനസ്സിനെ പഠിക്കുന്നതെന്ന് വെച്ചാൽ സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശം. ഇത്രയും ഓർത്ത് വെക്കുക കേട്ടോ. സംവേദനം, പ്രത്യക്ഷണം, സ്മൃതി, വികാരം, ഉദ്ദേശം. ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ട്രക്ചറലിസത്തെ കുറിച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവരുടെ എഡ്യൂക്കേഷണൽ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ തിയറീസ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ് പറയുന്നത്. ഇനി എന്ന് പറയുന്നത് ധർമ്മവാദമാണ് കേട്ടോ. ഫങ്ഷണലിസം എന്ന് പറയും. ധർമ്മവാദം നമ്മൾ പറഞ്ഞു, നമ്മുടെ ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും അല്ലെ. അപ്പൊ വില്യം ജെയിംസ് ആണ് ധർമ്മവാദത്തിന്റെ പിതാവ്. ദെൻ മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്കാണ് ഇവര് പ്രാധാന്യം നൽകുന്നത്. ഇവർ ഇത്രയും പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം സ്ട്രക്ചറലിസ്റ്റ് പറഞ്ഞ എന്താണ്? പല പല ഘടകങ്ങളാക്കി പിരിച്ച് നമുക്ക് മനസ്സിനെ പഠിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ധർമ്മവാദികൾ പറയുന്നത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഒഴുകുന്ന നദി പോലെയാണ്. ഈ നദീനെ നമ്മൾ എങ്ങനെ നമുക്കിങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പിരിച്ച് പഠിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇത് ധർമ്മവാദമാണ് അല്ലെ. അപ്പൊ എന്താ അവര് പറയുന്നത് എന്താണ്? ഈ ഒഴുകുന്ന നദി എങ്ങനെ പല പല ഘട്ടങ്ങളായിട്ട് എങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും? പഠിക്കാൻ ഒരിക്കലും പറ്റില്ല. അതിന് പകരം ഈ നദിയുടെ ഒഴുക്കിനെ കുറിച്ച് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ നദിയുടെ ഫങ്ഷൻസിനെ, പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അത് തന്നെയാണ് ധർമ്മവാദികളും പറയുന്നത്. മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് നൽകിയത്. മനുഷ്യ മനസ്സിനെ പല പല ഘടകങ്ങളാക്കി പിരിക്കാൻ പറ്റില്ല എന്നും അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കുക,
പ്രവർത്തനത്തിന്, മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്ര ശാഖ ഏതാ എന്ന് വെച്ചാൽ ചോദിച്ചിട്ടുണ്ട്. ധർമ്മവാദമാണ്. ഓർത്ത് വെക്കുക കേട്ടോ. പ്രവർത്തനം, ഇവിടെ ഈ ഒരു വേർഡിന് മാത്രമാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇനി പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നുണ്ട് മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി ധർമ്മവാദികൾ പറയുന്നത്. എങ്ങനെ പഠിക്കുന്നു, പഠനം എങ്ങനെ നടക്കുന്നു, നമ്മൾ എങ്ങനെ ഓർമ്മ, നമ്മുടെ മനുഷ്യൻ എങ്ങനെ ഓർത്തെടുക്കുന്നു, എങ്ങനെ പ്രചോദനം മോട്ടിവേഷൻ ഉൾക്കൊള്ളുന്നു, എങ്ങനെ പ്രോബ്ലം സോൾവിങ് പ്രശ്നാപഗ്രഥനം നടത്തുന്നു, ഇതാണ് മനുഷ്യൻ. ഇതൊക്കെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നതാണ് ആര് പറയുന്നത്? ധർമ്മവാദികൾ പറയുന്നത്. എന്തൊക്കെയാണ്? ഒരാളെ എങ്ങനെ പഠനം നടക്കുന്നു, പഠിച്ച കാര്യം എങ്ങനെ ഓർത്തെടുക്കുന്നു, അതുപോലെ തന്നെ അവൻ എങ്ങനെ മോട്ടിവേഷൻ പ്രചോദനം ഉൾക്കൊള്ളുന്നു, അതുപോലെ തന്നെ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവൻ എങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരു പ്രോബ്ലം വരുമ്പോൾ അവൻ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, പ്രശ്നാപഗ്രഥനം നടത്തുന്നു. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് പറയുന്ന ആൾക്കാരാണ് ധർമ്മവാദം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓർത്തു വെക്കുക, ഇവിടെ മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനത്തിന് ഊന്നൽ നൽകിയ വിചാര മാതൃക ഏതാന്ന് വെച്ചാൽ ഏതാന്ന് പറയണം? ധർമ്മവാദമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത വാദമാണ് സമഗ്രതാവാദം. അല്ലെ, സമഗ്രത ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് സമഗ്രത? ഹോൾനെസ്, കംപ്ലീറ്റ്നെസ്, അല്ലെ, പൂർണ്ണത. അതായത് എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത് ഇങ്ങനെ പിരിച്ച് ഓരോ ഘട്ടങ്ങളായിട്ടൊന്നും അല്ല പഠിക്കേണ്ടത്, അത് മൊത്തത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ഹോൾനെസ് എന്നുള്ള ടൈം മാത്രം ഇവിടെ ഓർത്ത് വെക്കുക. സമഗ്രതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത വാദം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസ്റ്റാൾട്ടിസം, സമഗ്രതാവാദമാണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. സമഗ്രത എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെ കംപ്ലീറ്റ്നെസ് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? സമഗ്രതാവാദം എന്നുള്ളതിന് നമ്മൾ ആൻസർ ചെയ്യണം. ദെൻ അതിന്റെ പ്രധാന വാക്താക്കളെ കുറിച്ച് ചോദിക്കാറുണ്ട്. കോഫ്ക, കോഹ്ലർ, വെർത്തിമർ, ഇവർ മൂന്ന് പേരുമാണ് എന്ത് സമഗ്രതാവാദത്തിന്റെ വാക്താക്കൾ എന്ന് പറഞ്ഞാൽ അത് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു KKW എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. KKW എന്ന് പറയുമ്പോൾ എന്താണ്? കോഫ്ക, കോഹ്ലർ, വെർത്തിമർ, ഇവര് മൂന്ന് പേരുമാണ് എന്ത് സമഗ്രതാവാദത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി ഫാദർ ഓഫ് ഗസ്റ്റാൾട്ടിസം, സമഗ്രതാവാദത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ വെർത്തിമർ എന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഫാദർ ആരാന്ന് വെച്ചാൽ നമ്മുടെ വെർത്തിമറും. ഇനി സമഗ്രതാവാദികൾ ഏതാന്ന് വെച്ചാൽ കോഫ്ക, കോഹ്ലർ, വെർത്തിമർ. ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഇവരെ മൂന്ന് പേരെ തന്നിട്ട് ചോദിക്കും താഴെ പറയുന്നവർ സമഗ്രതാവാദികൾ അല്ലാത്തവർ ആരാണ്, അല്ലെങ്കിൽ ഇവരിൽ ഒരാളെ തന്നിട്ട് ചോദിക്കും താഴെ പറയുന്നതിൽ ഗസ്റ്റാൾട്ടിസ്റ്റ് ഏതാണെന്ന് ചോദിച്ച് പൊതുവേ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് പേരെ പഠിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ ഓർത്തു വെക്കുക സമഗ്രതാവാദത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ വെർത്തിമർ ആണെന്ന് ഓർത്തു വെക്കാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഗസ്റ്റ് അല്ലെ, ഗസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വിരുന്നുകാർ. നമ്മളിപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി എന്നോർത്ത് പണിയൊക്കെ തീർത്ത് നമ്മൾ പെട്ടെന്ന് ഇരുന്ന് പഠിക്കാനിരിക്കുകയാണ് അല്ലെ. പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഒരു ഗസ്റ്റ് കയറി വരും. നമുക്ക് എന്ത് തോന്നും? വരണ്ടായിരുന്നു, ഒരു വെറുപ്പ് തോന്നൂല്ലേ അവരോട്. ഗസ്റ്റിനെ കാണുമ്പോഴേ നമുക്ക് വെറുപ്പായിരിക്കും. കാരണം ഒരു മിനിറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും നന്നായി പഠിക്കാമെന്നുള്ള ഓർത്തിരിക്കുമ്പോഴായിരിക്കും ഗസ്റ്റ് കയറി വരുന്നത്. ഇനി അവർക്ക് ചായ കൊടുക്കണം, അവരോട് വർത്തമാനം പറയണമെങ്കിൽ അവർ ഓരോന്നൊക്കെ കംപ്ലൈന്റ് പറയില്ലേ. അപ്പം നമുക്കൊരു വെറുപ്പ് വരും അവരോട്. അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഗസ്റ്റ് വന്നാൽ വെറുപ്പ് വരും. വെർത്തിമർ എന്നുള്ളത് നമ്മൾ അങ്ങനെ കോറിട്ട് പഠിക്കുക. ഗസ്റ്റാൾട്ടിസത്തിന്റെ പിതാവാരെന്ന് വെച്ചാൽ വെർത്തിമർ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും ഓർത്ത് വെക്കുക. ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം വെച്ചാൽ ചോദിച്ചിട്ടുള്ളതാണ് അന്തർദൃഷ്ടി പഠനത്തിന്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വാദം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? സമഗ്രതാവാദമാണ് അല്ലെ. ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, അന്തർദൃഷ്ടി പഠനം. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സുൽത്താൻ ചിമ്പാൻസിയിലെ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയുടെ പഠനം നടത്തിയതും എങ്ങനെയായിരുന്നു? ഒരു കൂടിൽ അടച്ചിട്ടിട്ട്, കൂടുതലെല്ലാം ഹൈറ്റുള്ള കൂട്, ആ കൂടെ ഏറ്റവും മേലെ കൊണ്ടുപോയി പഴം തൂക്കിയിട്ടു അല്ലേ. നമ്മുടെ ചിമ്പാൻസിക്ക് ആ പഴം തിന്നണം, വിശക്കുന്നുണ്ട്. പക്ഷെ ചിമ്പാൻസി കൈ പിടിച്ച് പിടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അല്ലേ. അതൊക്കെ ഓർമ്മയില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം ട്രൈ ചെയ്തു, കൂടിന്റെ ഒരു മൂലയ്ക്ക് വന്നു നിന്നപ്പം വെറുതെ ചിമ്പാൻസിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. കൂടിന്റെ മൂലയിൽ കുറെ ബോക്സസ് ഉണ്ട്, ആ ബോക്സസ് ഒക്കെ ഇട്ട് ഒരു വടി ഇരിപ്പുണ്ടായിരുന്നു, ആ വടി എടുത്ത് എത്തിപ്പിടിച്ച് കുറച്ച് പഴം കഴിച്ചു അല്ലേ. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ അന്തർദൃഷ്ടി പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വാദം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സമഗ്രതാവാദം. അപ്പൊ ഇതിലാകെ മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി.
KKW സമഗ്രതാവാദത്തിന്റെ വാക്താക്കൾ. ഫാദർ ഓഫ് ഗസ്റ്റാൾട്ട് ആലോചിച്ചാൽ വെർത്തിമർ ആണ്. ദെൻ അന്തർദൃഷ്ടി പഠനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മാറിപ്പോവരുത്, നമ്മളിവിടെ ഒരു അന്തർനിരീക്ഷണ പഠനം പഠിച്ചു അല്ലെ. അന്തർനിരീക്ഷണം സെൽഫ് ഒബ്സർവേഷൻ എന്നാണ് എങ്കിൽ അത് സ്ട്രക്ചറലിസം ഘടനാവാദത്തിലേക്കും, അന്തർദൃഷ്ടി പഠനം എന്നാണെങ്കിൽ അത് സമഗ്രതാവാദത്തിലേക്കും വേണം നമ്മൾ ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ.